നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ക്യാമ്പ് നൗവിൽ ലിയോ മെസ്സിക്ക് ഒരു ഫെയർവെൽ മാച്ച്. എല്ലാ ബാഴ്സലോണ ആരാധകരും മെസ്സി ആരാധകരും ആഗ്രഹിക്കുന്ന ഒന്നാണത്. അതിലേക്ക് കാര്യങ്ങൾ അടുക്കുന്നു എന്ന തരത്തിൽ ഇപ്പോൾ കാറ്റലോണിയ റേഡിയോ ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നു. അതായത് സ്പോട്ടിഫൈ ക്യാമ്പ് നൗ പൂർണ്ണ സജ്ജമായതിനു ശേഷം ഒരു ഫെയർവെൽ മാച്ചിലേക്ക് ബാഴ്സ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ട്. ആ റിപ്പോർട്ടിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അതിങ്ങനെയാണ്: ബാഴ്സ ഹാവ് ഓൾറെഡി സെറ്റ് എ ഡേറ്റ് ഫോർ ലിയോ മെസ്സിസ് ഫെയർവെൽ ഗെയിം. മെസ്സിയുടെ ഫെയർവെൽ ഗെയിമിനായിട്ട് ബാഴ്സ ഓൾറെഡി ഒരു ഡേറ്റ് കണ്ടിട്ടുണ്ട്. അത് സ്പോട്ടിഫൈ ക്യാമ്പ് നൗ ഫുൾ കപ്പാസിറ്റിയിലേക്ക് മടങ്ങിയെത്തിയ ശേഷം ഉടനെ ആയിരിക്കും. ക്ലബ്ബ് മെസ്സിയുടെ ഫാമിലിയുമായിട്ട് കോൺടാക്ട്സ് നടത്തിയിട്ടുണ്ട്. ഇനീഷ്യൽ അപ്രൂവൽ ലഭിച്ചിട്ടുമുണ്ട് എന്നാണ് കാറ്റലോണിയ റേഡിയോയുടെ റിപ്പോർട്ട്. നമുക്കറിയാം, ഇപ്പോൾ സ്പോട്ടിഫൈ ക്യാമ്പ് നൗ ജോയിൻ ക്യാമ്പ് ട്രോഫിക്ക് വേണ്ടി തുറക്കുന്നുണ്ട്. പക്ഷെ അത് ഫുൾ കപ്പാസിറ്റിയിലായിരിക്കില്ല. 30,000 പേരെ മാത്രമേ ഉൾക്കൊള്ളിക്കുകയുള്ളൂ എന്നാണ് റിപ്പോർട്ട്. അതിനുശേഷം സീസൺ ഏതാണ്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലായിരിക്കും ഫുൾ കപ്പാസിറ്റിയിലേക്ക് ക്യാമ്പ് നൗ സജ്ജമാവുക. അപ്പോൾ അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ഫെയർവെൽ മാച്ച് സംഘടിപ്പിക്കാൻ പോകുന്നത് എന്നാണ് കാറ്റലോണിയ റേഡിയോയുടെ റിപ്പോർട്ട്. അതേസമയം തന്നെ മെസ്സിയുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട്, ഇപ്പോൾ ക്യാമ്പ് നൗവിൻ്റെ ഇനാഗുറേഷന് വേണ്ടി ലിയോ മെസ്സി എത്തും എന്ന കാര്യത്തിൽ ഒരു കോൺടാക്റ്റ് നടന്നിട്ടില്ല. ക്ലബ്ബ് അങ്ങനെ മെസ്സി എത്തിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ അത്തരത്തിലൊരു കോൺടാക്റ്റോ പ്രപ്പോസലോ ഒന്നും ക്ലബിൽ നിന്ന് മെസ്സിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് മറുഭാഗത്ത് വരുന്നുണ്ട്. ഏതായാലും അത് ഈ ഫെയർവെൽ മാച്ചുമായി ബന്ധപ്പെട്ടല്ല, ക്യാമ്പ് നൗവിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.